മക്കളെ നമസ്കാരം. നമ്മൾ ചാപ്റ്റർ 10 മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബനാങ്ക് ആൾജിബ്ര എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ബനാങ്ക് ആൾജിബ്ര ഡിഫൈൻ ചെയ്യുന്നത് ശരിക്കും ബനാങ്ക് സ്പേസ് എന്ന ഒരു സ്പേസിനെയാണ് നമ്മൾ ബനാങ്ക് ആൾജിബ്രയിലേക്ക് കൊണ്ടുവരുന്നത്. എപ്പോഴാണ് ഒരു ബനാങ്ക് സ്പേസിനെ ബനാങ്ക് ആൾജിബ്ര എന്ന് വിളിക്കുക? കാരണം ഒരു ബനാങ്ക് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോമഡ് സ്പേസ് കംപ്ലീറ്റ് വിത്ത് റെസ്പെക്ട് ടു നോം ആകുമ്പോഴാണ് ബനാങ്ക് സ്പേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോമഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് രണ്ട് ഓപ്പറേഷൻസാണ് ഉള്ളത്. ഒരു ബൈനറി ഓപ്പറേഷനായിട്ടുള്ള വെക്റ്റർ അഡീഷനും അതുപോലെ സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും അല്ലേ. അതുപോലെ അതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള നോമിൽ ആ സ്പേസ് കംപ്ലീറ്റ് കൂടിയായിരിക്കും. ഇത്രയും കണ്ടീഷൻസ് വരുമ്പോഴാണ് ബനാങ്ക് സ്പേസ് ഉണ്ടാകുന്നത്. അതിനെ ബനാങ്ക് ആൾജിബ്ര എന്ന് വിളിക്കണമെങ്കിൽ അതിലൊരു റിംഗ് സ്ട്രക്ചർ കൂടി അഡീഷണൽ അവിടെ ഡിഫൈൻ ചെയ്യപ്പെടുന്നുണ്ട്. പ്രൊഡക്റ്റ് എന്ന ഓപ്പറേഷൻ, അതായത് മൾട്ടിപ്ലിക്കേഷൻ എന്ന ഓപ്പറേഷൻ, ഇവിടെ വേണമെങ്കിൽ ഫംഗ്ഷൻ കോമ്പോസിഷൻ എന്നുള്ള പേരിലും വേണമെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റ് താഴെ പറയുന്ന 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തേത് നമ്മൾ റിംഗ് സ്ട്രക്ചറിൽ പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടിയുടെ ആദ്യത്തെ കണ്ടീഷൻസ്, 2 കണ്ടീഷൻസ്. അതുപോലെ തന്നെ അതിൽ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, അതായത് ഒന്നാമത്തെ കണ്ടീഷനിലെ മൂന്നാമത്തേതെന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനെയും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനെയും കമ്പൈൻ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. അതായത് ആൽഫ എക്സ് ഡോട്ട് വൈ എന്ന് പറഞ്ഞാലും ആൽഫ ഇൻറ്റു എക്സ് ഡോട്ട്, ഇവിടെ ആൽഫ സ്കാലാറാണ്, എക്സും വൈയും വെക്ടേഴ്സ് ആണെന്ന് ഓർക്കുക. എക്സ് ഡോട്ട് ആൽഫ വൈ എന്ന് എഴുതിയാലും എല്ലാം ഈക്വൽ ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റിങ്ങിന് വേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്. അതേ കാര്യം തന്നെയാണ് ഇവിടെയും വരുന്നത്. പിന്നെ ഒരു അഡീഷണൽ ആയിട്ട് നമുക്കറിയാം, ഒരു നോമഡ് സ്പേസിൽ വെക്ടർ അഡീഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു നോം ആയിരിക്കും നോമഡ് സ്പേസിൽ. ഇവിടെ നമുക്ക് ആ കണ്ടിന്യൂറ്റി ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ പറയുന്നുണ്ട്, പക്ഷേ അത് ഈച്ച് വേരിയബിൾ കണ്ടിന്യൂറ്റി എന്നാണ് പറയുക. അതായത് എക്സ് എൻ ടെൻസ് ടു എക്സ് ആൻഡ് വൈ എൻ ടെൻസ് ടു വൈ, ദെൻ എക്സ് എൻ ഡോട്ട് വൈ ടെൻസ് ടു എക്സ് ഡോട്ട് വൈ ആൻഡ് എക്സ് ഡോട്ട് വൈ എൻ ടെൻസ് ടു എക്സ് ഡോട്ട് വൈ. അതായത് ഓരോ വേരിയബിളിൻ്റെ കേസിൽ വർക്ക് ചെയ്യുക, ഒന്ന് ഫിക്സ് ചെയ്യുക, ഒന്ന് വേരി ചെയ്യിപ്പിക്കുക, സീക്വൻസ് വേരി ചെയ്യിപ്പിക്കുക. അതാണ് അവിടെ ഈച്ച് വേരിയബിൾ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അതുപോലെ തന്നെയാണ് അവിടെ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുക. ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഒരു ബനാങ്ക് സ്പേസിനെ നമ്മൾ ബനാങ്ക് ആൾജിബ്ര. അപ്പോൾ ബനാങ്ക് ആൾജിബ്രയിൽ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് സ്ട്രക്ചറുണ്ട്. ആ മൾട്ടിപ്ലിക്കേഷൻ റിങ്ങിൻ്റെ ഓപ്പറേഷൻസിനോടൊപ്പം തന്നെ സ്കാലാർ മൾട്ടിപ്ലിക്കേഷനെയും തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷന് വേണ്ടിയിട്ട് കണ്ടിന്യൂറ്റി, ഈച്ച് വേരിയബിൾ കണ്ടിന്യൂറ്റി ഡിഫൈൻ ചെയ്യപ്പെടുന്നു, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി കൂടി ഉണ്ടാകുന്നു. ഇത്രയും കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അതിനെ ബനാങ്ക് ആൾജിബ്ര എന്ന് വിളിക്കുന്നത്. ഒരു ബനാങ്ക് ആൾജിബ്രയെ കമ്മ്യൂട്ടേറ്റീവ് ബനാങ്ക് ആൾജിബ്ര എന്ന് വിളിക്കണമെങ്കിൽ അതിലെ മൾട്ടിപ്ലിക്കേറ്റീവ് എന്ന് പറയുന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. അതായത് എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു വൈ ഡോട്ട് എക്സ് ആകുമ്പോഴാണ് നമ്മൾ അതിനെ അങ്ങനെ വിളിക്കുക. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്, ഒരു ബനാങ്ക് ആൾജിബ്ര തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ദർ എക്സിസ്റ്റ് ആൻ ഇക്വാലൻ്റ് നോം. ഇക്വാലൻ്റ് നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബനാങ്ക് സ്പേസിൽ തന്നെ ഒരു നോമുണ്ട്. സാധാരണ നോം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്കുണ്ടെന്നറിയാം. കാരണം നോമഡ് സ്പേസിലാണ് നമ്മൾ ബനാങ്ക് പ്രോപ്പർട്ടിയൊക്കെ അപ്ലൈ ചെയ്യും. ആ നോമുണ്ട്. ആ നോം കൂടാതെ അതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള വേറെ ഒരു നോം കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. ആ നോമിൻ്റെ പ്രത്യേകത നോം എക്സ് ഡോട്ട് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഡോട്ട് നോൺ വൈ. സാധാരണ ഒരു ബനാങ്ക് സ്പേസിലുള്ള നോം അഡീഷനെയും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനെയും മാത്രമേ പ്രിസർവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇനി ബനാങ്ക് ആൾജിബ്രയിലേക്ക് വരുമ്പോൾ ബനാങ്ക് ആൾജിബ്രയിൽ പറയുന്ന നിലവിലുള്ള നോമിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള വേറെ നോമുണ്ട്. ആ നോം മൾട്ടിപ്ലിക്കേഷന് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നു. അതായത് നോം എക്സ് ഡോട്ട് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഡോട്ട് നോം വൈ ആൻഡ് നോം ഈക്വൽ ടു 1. അതായത് ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിൻ്റെ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി പ്രൊഡക്റ്റ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയുടെ നോം വാല്യൂ 1 ആണെന്ന് പറയുന്ന ഒരു നോമുണ്ട്. അപ്പോൾ ഈ നോം ആരുമായിട്ട് ഇക്വലൻ്റ് ആണ്? നിലവിൽ ബനാങ്ക് സ്പേസ് ഡിഫൈൻ ചെയ്തിട്ടുള്ള നോമഡ് സ്പേസിലുള്ള നോമിന് ഇക്വലൻ്റ് ആയിട്ടുള്ള നോമാണ്. ഇനി 2 നോമുകൾ ഇക്വലൻ്റ് ആവുക പറഞ്ഞാൽ മെയിൻ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു സ്പേസിലുള്ള ഒരു നോമിൻ്റെ പേര് 1 നോം എന്നും വേറൊരു നോമിൻ്റെ പേര് 2 നോം ആണെന്നും പേര് കൊടുത്തിരുന്നെങ്കിൽ 2 നോമുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റണം. ദാറ്റ് മീൻസ് ദർ എക്സിസ്റ്റ് ആൽഫ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് 1 നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു 2 നോം, അല്ലെങ്കിൽ തിരിച്ച് 2 നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു 1 നോം എന്ന് എഴുതുമ്പോഴാണ് ദേ ആർ ഈക്വലൻ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ തന്നിട്ടുള്ള ബനാങ്ക് ആൾജിബ്രയിൽ ഈ നോം
നിലവിലുള്ള നോമുമായിട്ട് ഇക്വലൻ്റ് ആണെന്ന് മാത്രമല്ല അഡീഷണലായിട്ട് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ പ്രൊഡക്ഷൻ്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള നോം എക്സ് ഡോട്ട് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഡോട്ട് നോം വൈയും അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയുടെ നോമ് 1 ആണെന്ന് പറയുന്നു. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫസ്റ്റ് വി കൺസ്ട്രക്റ്റ് ആൻ ഓപ്പറേറ്റർ ടി എക്സ് ഡിഫൈൻഡ് ഓൺ അവർ ബനാങ്ക് ആൾജിബ്ര എ ബൈ ടി എക്സ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ. അതായത് നിലവിലുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്ന ഓപ്പറേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ടി എക്സ് ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഓർക്കുക. അപ്പോൾ ടി എക്സ് വെൽ ഡിഫൈൻഡ് ആയിരിക്കും, ലീനിയർ ആയിരിക്കും. ലീനിയറിറ്റി ഡയറക്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ടി എക്സ് ഓഫ് വൈ വൺ പ്ലസ് വൈ ടു എടുക്കാം, അതുപോലെ ടി എക്സ് ഓഫ് ആൽഫ എക്സ് എടുക്കാം. ഇത് രണ്ടും ഈ ബനാങ്ക് ആൾജിബ്രയുടെ ആദ്യത്തെ പ്രോപ്പർട്ടികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടിയിൽ നിന്ന് അത് കിട്ടും. അതുപോലെ ഒന്നാമത്തെ പ്രോപ്പർട്ടിയുടെ മൂന്നാമത്തെ കണ്ടീഷനിൽ നിന്ന് നമുക്ക് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് കിട്ടും. ഇനി അതുപോലെ തന്നെ ഇത് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ് കിട്ടുന്നത്. ടി എക്സ് ഒരു ബൗണ്ടഡ് ലീനിയർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്. ഇവിടെ കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യുന്നത് നമ്മളിവിടെ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്ററിൻ്റെ സാധാരണ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടല്ല, സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈ എൻ ടെൻസ് ടു വൈ ആണെങ്കിൽ എഫ് ഓഫ് വൈ എൻ ടെൻസ് ടു എഫ് ഓഫ് വൈ കിട്ടുകയാണെങ്കിൽ എഫ് ഈസ് കണ്ടിന്യൂസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. So here we are going to check the sequential criterion for our operator Tx. For that purpose we are taking yn tends to y in A. Then by the definition Tx of yn is equal to what? X dot yn. But x dot yn tends to x dot by the property 3 of the Banach algebra. So we get x dot y is what? Tx of y. That means Tx of yn tends to Tx of y. So if yn tends to y means Tx of yn tends to Tx of y. Therefore, by sequential criterion for continuity, our Tx is a continuous map on A, or simply it is a bounded linear map on A. അപ്പോൾ നമുക്ക് ടി എക്സ് എന്ന് പറയുന്ന മാപ്പ് ബൗണ്ടഡ് ലീനിയറായി. അപ്പോൾ ദാറ്റ് മീൻസ് ഫോർ ഈച്ച് എക്സ് എലമെൻറ്റ് ഓഫ് അവർ ബനാങ്ക് ആൾജിബ്ര വി ക്യാൻ ഫൈൻഡ് ഔട്ട് ആൻ ഓപ്പറേറ്റർ ടി എക്സ് വിച്ച് ഈസ് ലീനിയർ ബാൻഡ് കണ്ടിന്യൂസ്. അങ്ങനെയാവുന്ന ഓപ്പറേറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ ടി എക്സുകളുടെ കളക്ഷൻ എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു നെക്സ്റ്റ് മാപ്പ് ഡിഫൈൻ ചെയ്യണം. 5 ഫ്രം എ ഇൻറ്റു എൽ ഓഫ് എ. അതായത് നിലവിലുള്ള ബനാങ്ക് ആൾജിബ്രയിൽ നിന്ന് എൽ ഓഫ് എ. വാട്ട് ഈസ് എൽ ഓഫ് എ? എൽ ഓഫ് എ എന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് ഓൺ എ. എൽ ഓഫ് എ. അപ്പോൾ എൽ ഓഫ് യു വി എന്നതുപോലെ എൽ ഓഫ് വി വി എ നമ്മൾ സിംപ്ലി എൽ ഓഫ് വി എന്ന് വിളിക്കാം. അതുപോലെ തന്നെ എൽ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ നിന്ന് എയിലേക്ക് പോകുന്ന കണ്ടിന്യൂസും ലീനിയറുമാവുന്ന മാപ്സിൻ്റെ കളക്ഷനെയാണ് എൽ ഓഫ് എ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 5 ഫ്രം a into L of a is defined by phi of x is equal to tx. അപ്പോൾ ആദ്യം ഇത് വെൽ ഡിഫൈൻഡ് ആണ് നമുക്ക് കിട്ടും. കാരണം ടി എക്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തൊട്ട് മുന്നേ മനസ്സിലായിട്ടുണ്ട്. യൂണീക്ക് ആയിരിക്കും. പിന്നെ ലീനിയാരിറ്റി ഫൈയുടെ സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത്. x1 x2 എലമെൻറ്റ് ഓഫ് എ ദെൻ phi of x1 plus x2 ഈക്വൽ ടു phi of x1 plus phi of x2. അത് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യും. എവിടെ നിന്നാണ് കിട്ടുന്നത് വെച്ചാൽ ഇപ്പോൾ phi of x1 plus x2 ഒരു മാപ്പാണെന്ന് അറിയാം. phi of x1 plus x2 of y ഈക്വൽ ടു by definition tx1 plus x2 of y, that is x1 plus x2 into y. നമ്മൾക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നോക്കുമ്പോൾ x1y plus x2y, that means tx1 of y plus tx2 of y, that means phi of x1 of y plus phi of x2 of y, which is equal to phi of x1 plus phi of x2 of y. This is true for every y element of a. ഏതെടുത്താലും നമുക്ക് വർക്ക് ചെയ്യും. Therefore നമുക്ക് കിട്ടിയിട്ടുള്ളത് phi of x1 plus x2 equal to phi of x1 plus phi of x2 എന്ന് കിട്ടുന്നു. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ മാപ്പ് അഡീഷൻ പ്രിസർവ് ചെയ്യുന്നു. സിമിലർലി സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ പ്രിസർവ് ചെയ്യും. അത് നമുക്ക് പ്രോപ്പർട്ടി 1-ലെ മൂന്നാമത്തെ കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. phi of alpha of x of y is equal to t of alpha of x of y, that is alpha of x dot y, alpha into x dot y എന്ന് കിട്ടും. alpha into x dot y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ alpha into tx of y, that is alpha into phi x of y, that is alpha dot phi x of y. Therefore phi of alpha of x is equal to alpha into phi x എന്ന് phi of x എന്ന് കിട്ടുന്നു. phi of x ആണ്, phi x അല്ല, phi of x ആണ്. ഓക്കെ, അതവിടെ ചെറിയൊരു എറർ വന്നിട്ടുണ്ട്. phi x എന്നല്ല എഴുതേണ്ടത്, phi of x ആണ്. ഓക്കെ, അല്ലെങ്കിൽ അതവിടെ എഴുതേണ്ടിയിരുന്നത് ടി എക്സ് എന്ന ഫോമിലാണ് എഴുതേണ്ടത്. ഓക്കെ, ആൽഫ ഡോട്ട് ടി എക്സ് ഓഫ് വൈ എന്നാണ് എഴുതേണ്ടത്. ടി എക്സ് ഓഫ് വൈ എന്നുള്ളതിന് ആൽഫ ഡോട്ട് ടി എക്സ് ഓഫ് വൈ എന്ന് എഴുതേണ്ടത്. അവിടെ ഒരു ചെറിയ എററാണ്. phi എക്സിന് പകരം അവിടെ ടി എക്സ് ആൽഫ ഡോട്ട് ടി എക്സ് ഓഫ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ഡോട്ട് ടി എക്സ് ഓഫ് വൈ. Therefore phi of alpha of x is equal to alpha dot
ഫൈ ഓഫ് എക്സ് എന്ന് എഴുതേണ്ടത്, ടി എക്സ് അല്ല, അത് ഫൈ ഓഫ് എക്സ് ആണ്. ദോഫോർ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫൈ ഈസ് എ ലീനിയർ മാപ്പ് എന്ന് കിട്ടുന്നു. ലീനിയാരിറ്റിയെ കൂടാതെ അത് മൾട്ടിപ്ലിക്കേഷൻ കൂടി പ്രിസർവ് ചെയ്യും. ദാറ്റ് മീൻസ് ടി എക്സ് ഡോട്ട് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ്. എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ് ഈസ് ഈക്വൽ ടു അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് എക്സ് ഡോട്ട് ടി വൈ ഓഫ് സെഡ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ടി എക്സ് ഓഫ് ടി വൈ ഓഫ് സെഡ്. ടി എക്സ് ഓഫ് ടി വൈ ഓഫ് സെഡ് മീൻസ് ടി എക്സ് ഇൻറ്റു ടി വൈ ഓഫ് സെഡ് എന്ന് എഴുതാം. Therefore t x dot y of z is equal to t x dot t y. That means phi of x dot y is equal to phi of x dot phi of y. Therefore our map phi എന്ന് പറയുന്നത് അഡിഷൻ പ്രിസർവ് ചെയ്യുന്നു, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ പ്രിസർവ് ചെയ്യുന്നു, ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രിസർവ്. അപ്പോൾ ശരിക്കും ആക്ച്വലി റിംഗ് ഹോമോമോസും കൂടി ഇവിടെ ഉണ്ട്, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ കൂടി പ്രിസർവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫൈ എന്ന മാപ്പിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലായിരിക്കുന്നത് ലീനിയറാണ്, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ കൂടി പ്രിസർവ് ചെയ്തിട്ടുള്ളൊരു മാപ്പാണ് മനസ്സിലായി. ഇനി നെക്സ്റ്റ് ഒരു സെറ്റ് കൺസിഡർ ചെയ്യണം. പി ഈക്വൾ ടു സെറ്റ് ഓഫ് ഓൾ ബി എലമെൻറ്റ് ഓഫ് എൽ ഓഫ് എ സച്ച് ദാറ്റ് ബി ഓഫ് എക്സ് ഡോട്ട് വൈ ഈക്വൾ ടു ബി ഓഫ് എക്സ് ഡോട്ട് ബി ഓഫ് വൈ. അതായത് എൽ ഓഫ് എയിലുള്ള കുറച്ച് ഓപ്പറേറ്റേഴ്സിൻ്റെ കളക്ഷനാണ് പി എന്ന് വിളിക്കുന്നത്. അതിൽ ഓരോ ഓപ്പറേറ്ററിൻ്റെയും പ്രത്യേകത ബി ഓഫ് എക്സ് ഡോട്ട് വൈ, അതായത് മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ബി ഓഫ് എക്സ് ഡോട്ട് വൈ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ടി എക്സ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ക്ലെയിം ചെയ്യാണ് പി ഈക്വൾ ടു ഫൈ ഓഫ് എ എന്ന് ക്ലെയിം ചെയ്യാൻ പോകാം. അതായത് തൊട്ട് മുകളിൽ പറഞ്ഞ മാപ്പിൻ്റെ റേഞ്ചാണ് പി എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മൾ എടുക്കുന്നു ലെറ്റ് ഫൈ ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ. ഇപ്പോൾ ഫൈ ഓഫ് എക്സ് പിയിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഫൈ ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ എന്ന് എടുത്തു. ബട്ട് ഫൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ടി എക്സ് അല്ലേ. ഇനി ടി എക്സ് പിയിലുണ്ടാവണമെങ്കിൽ എന്ത് വേണം? ടി എക്സ് ഓഫ് വൈ ഡോട്ട് സെഡ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടേണ്ടത് ടി എക്സ് ഓഫ് വൈ ഡോട്ട് സെഡ് എന്ന് കിട്ടണം. അതിനുവേണ്ടി ടി എക്സ് ഓഫ് വൈ ഡോട്ട് സെഡ് ഈസ് ഈക്വൽ ടു ബൈ ഡെഫിനേഷൻ ഓഫ് ടി എക്സ് എന്ത് കിട്ടും? എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ്. അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ് ആയി മാറും. ഇനി എക്സ് ഡോട്ട് വൈ എന്ന് പറഞ്ഞാൽ ആരാണ്? ടി എക്സ് ഓഫ് വൈ ഡോട്ട് സെഡ് ആണ്. ദോർഫോർ വി ഗെറ്റ് വാട്ട്? ടി എക്സ് ഓഫ് വൈ ഡോട്ട് സെഡ് ഈസ് ഈക്വൽ ടു ടി എക്സ് ഓഫ് വൈ ഡോട്ട് സെഡ്. അപ്പോൾ ടി എക്സിന് ബി എന്ന് പേര് കൊടുത്താൽ കിട്ടുന്നത് ബി ഓഫ് വൈ ഡോട്ട് സെഡ് ഈസ് ഈക്വൽ ടു ബി ഓഫ് വൈ ഡോട്ട് സെഡ്. ദാറ്റ് മീൻസ് ടി എക്സ് എന്ന് പറയുന്നത് പിയിലെ ഒരു മെമ്പറാണ്. ഇപ്പോൾ ടി എക്സ് പറഞ്ഞാൽ ആരാ? ഫൈ ഓഫ് എക്സ് ആണ്. അപ്പോൾ ഫൈ ഓഫ് എക്സ് പിയിലെ മെമ്പറാണ്. ഫൈ ഓഫ് എക്സ് എടുത്ത് ഫൈ ഓഫ് എയിലാണ്. നൗ ഇറ്റ് ഈസ് ഇൻ പി. ദാറ്റ് മീൻസ് ഫൈ ഓഫ് എ ഈസ് എ സബ്സ്പേസ് ഓഫ് പി. ഇതിൻ്റെ റിവേഴ്സ് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ലെറ്റസ് കൺസിഡർ ബി എലമെൻറ്റ് ഓഫ് പി. ദെൻ ബൈ ഡെഫിനിഷൻ വാട്ട് ഈസ് ബി ഓഫ് ഇ? ബി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബി എലമെൻറ്റ് ഓഫ് പി ആണെങ്കിൽ ബി ഓഫ് ഇ ഈക്വൽ ടു ബി ഓഫ് ഇ എക്സ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുകയാണ്. ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ബി ഓഫ് ഇ എന്ന് എടുത്തു. ദെൻ ബി ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു വാട്ട്? ബി ഓഫ് ഇ ഡോട്ട് സെഡ്. കാരണം നമുക്കറിയാം ഇ എന്ന് എഴുതിയാലും സെഡ് എന്ന് എഴുതിയാലും ഇ ഡോട്ട് സെഡ് എഴുതിയാലും ഈക്വൽ ആയിരിക്കും, ബിക്കോസ് ഇ ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ഇനി ബി ഓഫ് ഇ ഡോട്ട് സെഡിൻ്റെ വില എന്താണെന്നറിയാം? ബി ഓഫ് ഇ ഡോട്ട് സെഡ് ആണ്. കാരണം ബി പിയിലെ മെമ്പർ ആയതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ബി ഓഫ് ഇയുടെ വാല്യൂ എന്താണ്? എക്സ് ആണ്. ദാറ്റ് മീൻസ് എക്സ് ഡോട്ട് സെഡ് ആണ്. എക്സ് ഡോട്ട് സെഡ് ആണെങ്കിൽ നമുക്ക് ബൈ ദ ഡെഫിനേഷൻ ഓഫ് ടി എക്സ് എന്തായിരിക്കും? ടി എക്സ് ഓഫ് സെഡ് ആയിരിക്കും. ദോർഫോർ ബി ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു ടി എക്സ് ഓഫ് സെഡ്. സെഡ് ആർബിട്രറി ആണ്, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ബി തന്നെയാണ് ടി എക്സ് എന്നുള്ളത്. അപ്പോൾ ടി എക്സ് ഈക്വൽ ടു ആരാ? ഫൈ ഓഫ് എക്സ് ആണ്. ഫൈ ഓഫ് എക്സ് എവിടുത്തെ മെമ്പറാണ്? ഫൈ ഓഫ് എയിൽ. ദോർഫോർ ബി പിയിൽ ആവുമ്പോൾ ബി ഈസ് എ മെമ്പർ ഓഫ് ഫൈ ഓഫ് എ. ദാറ്റ് മീൻസ് ബി ഈസ് എ സബ്സ്പേസ് ഓഫ് ഫൈ ഓഫ് എ. ദോർഫോർ വി ഫ്രം 1 and 2 വി ഗെറ്റ്സ് നമുക്ക് എന്ത് കിട്ടുന്നു? പി തന്നെയാണ് ഫൈ ഓഫ് എ. അപ്പോൾ ഈ ഫൈ എന്ന മാപ്പിൻ്റെ റേഞ്ചാണ് പി എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇനി ഈ പി ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എൽ ഓഫ് എ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഒരു സീക്വൻസ് അതിലുണ്ട്, അതിൻ്റെ ലിമിറ്റും അതിലുണ്ടാവണമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്നിട്ട് ബി എൻ ബി എ സീക്വൻസ് ഇൻ പി ആൻഡ് ബി എൻ ടെൻസ് ടു ബി. വി നീഡ് ടു പ്രൂവ് ദിസ് ബി ഈസ് ഇൻ പി എന്ന് കിട്ടണം. ഓക്കെ, ഇനി ബി എൻ ടെൻസ് ടു ബി പറഞ്ഞ അർത്ഥം എന്താ? ബി എൻ ഓഫ് എക്സ് ടെൻസ് ടു ബി ഓഫ് എക്സ് ഫോർ ആൾ എക്സ് എലമെൻറ്റ് ഓഫ് എ ആണ്. ഇനി ബി എൻ പിയിലെ മെമ്പർ ആണെങ്കിൽ ബി എന്നിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? ബി എൻ ഓഫ് എക്സ് ഡോട്ട് വൈ എന്ന് പറയുന്നത് അല്ല, അപ്പോൾ ബി എൻ ഓഫ് എക്സ് ടെൻസ് ടു ബി ഓഫ് എക്സ് ആണെങ്കിൽ ബി എൻ ഓഫ് എക്സ് ഡോട്ട് വൈ ടെൻസ് ടു ബി ഓഫ് എക്സ് വൈ. ഇനി ബി എൻ പിയിലെ ആയതുകൊണ്ട് ബി എന്നിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ബി എൻ ഓഫ് എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു ബി എൻ ഓഫ് എക്സ് ഡോട്ട് വൈ ആയിരിക്കും. ഇനി ബി എൻ ഓഫ് എക്സ് എവിടേക്ക് അറ്റൻഡ് ചെയ്ത്? ബി ഓഫ് എക്സിലേക്ക്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ടെൻസ് ടു ബി ഓഫ് എക്സ് ഡോട്ട് വൈ. ദാറ്റ് മീൻസ് ബി എൻ ഓഫ് എക്സ് ഡോട്ട് വൈ ടെൻസ് ടു ബി ഓഫ് എക്സ് ഡോട്ട് വൈ ആണ്. ഓക്കെ,
അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയത് bn of x dot y tends to b of x dot y എന്നാണ് കിട്ടിയത് ഇക്വേഷൻ 1. ഇവിടെ കിട്ടിയിരിക്കുന്നത് bn of x y tends to b of x dot y ആണ്. പക്ഷേ ഒരു സീക്വൻസിൻ്റെ ലിമിറ്റ് യുണീക്ക് ആയിരിക്കും ഒരു നോർമൽ സ്പേസിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ b of x dot yയും b of x dot yയും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് b എന്ന് പറയുന്നത് പിയിലെ മെമ്പർ ആവും അല്ലേ, ബി എലമെൻറ്റ് ഓഫ് പി. അതായത് ഇപ്പോൾ ബി എൻ എന്നൊരു സീക്വൻസ് ആണ് പിയിൽ, അതിൻ്റെ ലിമിറ്റ് പോയിൻറ്റും എവിടെ തന്നെ ഉണ്ട്, പിയിലുണ്ട്. അതുകൊണ്ട് പി ഈസ് എ ക്ലോസ്ഡ് സബ് സ്പേസ് ഓഫ് എൽ ഓഫ് എ ആണ്. നമുക്കറിയാം എൽ ഓഫ് എ ഒരു ബനാങ് സ്പേസ് ആണ്. സ്വാഭാവികമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് പിയും ഒരു ക്ലോസ് സബ് സ്പേസ് ആണെങ്കിൽ അതിനും ബനാങ്ങിനസ് പ്രോപ്പർട്ടി ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക ആണെങ്കിൽ. ഓക്കെ, ഇനി ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തെ നോമാണ്. ഞാൻ അഡീഷണൽ ആയിട്ടൊരു നോം എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ആക്ച്വലി ഓപ്പറേറ്റർ നോമായിട്ടാണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്. അത് ആ ഓപ്പറേറ്റർ നോം എങ്ങനെ ചൂസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പോയിൻ്റ് എടുത്താലും അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു യൂണീക്ക് ഓപ്പറേറ്റർ ഉണ്ടാവും. ഇപ്പോൾ എക്സ് എന്ന പോയിന്റിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള യൂണീക്ക് ഓപ്പറേറ്ററാണ് ടി എക്സ്. അപ്പോൾ നോം എക്സ് ഓപ്പറേറ്റർ നോം ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റർ, ദാറ്റ് മീൻസ് നോം ടി എക്സ്. ഈ നോം ടി എക്സിലെ നോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്പറേറ്റർ നോമാണ്, അതായത് എൽ ഓഫ് സ്പേസിലുള്ള ഓപ്പറേറ്റർ നോം. ഓക്കെ, അപ്പോൾ എയിലുള്ള പോയിൻ്റ് ആയിട്ടുള്ള എക്സിൻ്റെ ഓപ്പറേറ്റർ നോം എന്ന് പറയുന്നത് എക്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് എൽ ഓഫ് എയിലെ മെമ്പർ ആവുന്ന ടി എക്സിൻ്റെ ഓപ്പറേറ്റർ നോമാണ്. അപ്പോൾ ഓപ്പറേറ്റർ നോമിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഈ നോം ടി എക്സിനുള്ള എല്ലാ പ്രോപ്പർട്ടീസും നോം എക്സ് ഓപ്പറേറ്റർ നോം ഓഫ് എക്സിനുണ്ടാവും, കാരണം ഈക്വൽ ആയതുകൊണ്ട്. അതായത് ഗ്രേറ്റർ ആർ ഈക്വൽ 0 ആയിരിക്കും. ഇനി എക്സ് 0 ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, നോം എക്സ് 0 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ. അതിനുവേണ്ടി എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എടുത്തു. എക്സ് 0 ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ ടി എക്സ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു ടി 0 ഓഫ് വൈ, ദാറ്റ് ഈസ് 0 ഡോട്ട് വൈ വിച്ച് ഇസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഇവിടെ ടി എക്സ് എന്ന് ടി 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. ടി 0 പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഓപ്പറേറ്ററാണ്. ഓക്കെ, അപ്പോൾ എക്സ് 0 ആകുമ്പോൾ എക്സിൽ നിന്നുണ്ടാവുന്ന ടി എക്സ് എന്ത് ഓപ്പറേറ്ററായി, 0 ഓപ്പറേറ്ററായി. ഇനി എക്സ് 0 ആണ്, അപ്പോൾ അതിൻ്റെ ഓപ്പറേറ്റർ നോം എന്ന് പറയുന്നത് അതിൻ്റെ നോം ടി എക്സ് എസ് ആണ്. നോം ടി എക്സ് പറഞ്ഞാൽ ഇവിടെ നോം 0 ആണ്, നോം 0 ഈക്വൾ ടു 0. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ ഓപ്പറേറ്റർ നോം 0 ആയി. ഇനി തിരിച്ച് ഓപ്പറേറ്റർ നോം 0 ആകുമ്പോൾ എക്സ് 0 ആവണം. അപ്പോൾ ഓപ്പറേറ്റർ നോം 0 എന്ന് കൊടുത്തു, അതിനർത്ഥം ടി എക്സിൻ്റെ നോം ഓപ്പറേറ്റർ നോം ഇസ് ഈക്വൽ ടു 0. ഇനി ഓപ്പറേറ്റർ നോമിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ആ ഓപ്പറേറ്റർ എന്ത് ഓപ്പറേറ്റർ ആയിരിക്കും, 0 ഓപ്പറേറ്റർ ആയിരിക്കും. That means tx is equal to 0 operator. That means tx of y is equal to 0 for all y element of a. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ഐഡൻറ്റിറ്റിയെയും എവിടേക്കാണ് മാപ്പ് ചെയ്യുക, ടി എക്സ് ഓഫ് ഇയെയും എവിടേക്ക് മാപ്പ് ചെയ്യും, 0ലേക്ക്. കാരണം എല്ലാ മെമ്പറിനെയും 0ലേക്ക് മാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇയെയും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയെയും 0ലേക്ക് മാപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് എക്സ് ഡോട്ട് ഇ ഈക്വൾ ടു 0. ഓക്കെ, എക്സ് ഡോട്ട് ഇ ഈക്വൾ ടു 0. ഇനി പക്ഷേ നമുക്കറിയാം എക്സ് ഡോട്ട് ഇ ഈക്വൾ ടു എക്സ് തന്നെയാണ്, ദോർഫോർ എക്സ് ഇസ് ഈക്വൾ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഓപ്പറേറ്റർ നോം 0 ആണെങ്കിൽ എക്സ് തന്നെ 0 ആയി. അപ്പോൾ ഈ ഫൈൻ ഓൺലി 5. ഇനി അടുത്തത് അഡീഷൻ്റെ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റിയാണ്. ഓപ്പറേറ്റ് നോം ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൾ ടു ഓപ്പറേറ്റ് നോം ഓഫ് എക്സ് പ്ലസ് ഓപ്പറേറ്റ് നോം ഓഫ് വൈ ആണെന്ന് കിട്ടണം. ഇനി എക്സ് പ്ലസ് വൈയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്ററാണ് ടി എക്സ് പ്ലസ് വൈ, ദാറ്റ്സ് ഈക്വൾ ടു ഓപ്പറേറ്റ് നോം ഓഫ് ടി എക്സ് പ്ലസ് വൈ. ഇനി ഓപ്പറേറ്റർ നോമിൻ്റെ അതിനെ നമുക്ക് ടി ഓഫ് എക്സ് പ്ലസ് വൈയെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാം, ടി എക്സ് പ്ലസ് ടി വൈ എന്ന് എഴുതാം. അപ്പം നോമിനുള്ളിൽ കൊടുത്തു. ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി ഓപ്പറേറ്റർ നോമിന് ഓൾറെഡി ഉണ്ട്, ദാറ്റ് ഈസ് ലെസ് ദാൻ ഓപ്പറേറ്റർ നോം ടി എക്സ് പ്ലസ് ഓപ്പറേറ്റർ നോം ടി വൈ. ഓക്കെ, ഇനി അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഓപ്പറേറ്റർ നോം ഓഫ് എക്സ് പ്ലസ് ഓപ്പറേറ്റർ നോം ഓഫ് വൈ ആണ്. ദോർഫോർ അത് ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടിയാണ്. നോം ഓഫ് സി എക്സ് ഓപ്പറേറ്റർ നോം എന്ന് പറയുന്നത് നോം ടി സി എക്സ് ആണ്, കാരണം സി എക്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്തത്. അത് പ്രകാരം നമുക്ക് എന്തെന്ന് എഴുതാം, നോം ടി സി സി എക്സ് ഈക്വൾ ടു സി ഇൻറ്റു ടി എക്സ് എന്ന് നമുക്ക് എഴുതാം. ഓപ്പറേറ്റർ നോമിലേക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ മോഡ് സി ഇൻറ്റു നോം ടി എക്സ് എന്ന് എഴുതാം. ഇറ്റ് ഈസ് മോഡ് സി ഇൻറ്റു ഓപ്പറേറ്റർ നോം ഓഫ് എക്സ്. അപ്പോൾ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഈ ഓപ്പറേറ്റർ നോം എന്ന് പറയുന്ന ഒരു നോമാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആ നോം എന്തെല്ലാം കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇക്വലൻറ്റ് ടു അവർ ഗിവൺ നോം. എയിൽ ഡിഫൈൻ ചെയ്ത നിലവിലുള്ള നോമിന് ഇക്വലൻ്റ് ആയിരിക്കണം. കൂടാതെ ഓപ്പറേറ്റ് നോം ഓഫ് എക്സ് ഡോട്ട് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓപ്പറേറ്റ് നോം ഓഫ് എക്സ് ഡോട്ട് ഓപ്പറേറ്റ് നോം ഓഫ് വൈ എന്നും അതുപോലെ ഓപ്പറേറ്റ് നോം ഓഫ് ഇയുടെ വാല്യൂ 1 ആണെന്നും പ്രൂവ് ചെയ്യണം. അപ്പം നമുക്ക് ഇങ്ങനെയൊരു നോം ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ആ നോം താഴെ പറയുന്ന കാര്യങ്ങളിലേക്ക് പോകണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം പി ക്ലോസ്ഡാണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് എൽ ഓഫ് എ ബനാങ് സ്പേസ് ആണ്, സ്വാഭാവികമായി കംപ്ലീറ്റ് ആയതുകൊണ്ട് പിയും എന്ത് തന്നെയായിരിക്കും, കംപ്ലീറ്റ് ആയിരിക്കും.
അല്ലേ? അപ്പോൾ പി കംപ്ലീറ്റ് ആണെങ്കിൽ സിൻസ് പി ഈസ് ക്ലോസ്ഡ് ഇൻ എൽ ഓഫ് എ വി ഗെറ്റ് പി ഈസ് കംപ്ലീറ്റ് ആൻഡ് ഹെൻസ് എ ഈസ് കംപ്ലീറ്റ് വിത്ത് റെസ്പെക്ട് ടു ദി ഓപ്പറേറ്റർ നോം. അപ്പോൾ പി ഉപയോഗിച്ചിട്ടാണ്, പിയിലെ മെമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഓപ്പറേറ്റർ നോം എടുത്തിരിക്കുന്നത്. കാരണം പിയിലെ മെമ്പേഴ്സായിട്ടുള്ള ടി എക്സിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, എയിൽ ഓപ്പറേറ്റർ നോം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പി കംപ്ലീറ്റ് ആകുമ്പോൾ എയും കംപ്ലീറ്റ് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ഏത് നോം, ഓപ്പറേറ്റർ നോമിൽ. ഓക്കെ, ഇപ്പോൾ പി ഈസ് കംപ്ലീറ്റ് വിത്ത് റെസ്പെക്ട് ടു ഓപ്പറേറ്റർ നോമർ ആയതുകൊണ്ട് എ ഈസ് കംപ്ലീറ്റ് വിത്ത് റെസ്പെക്ട് ടു ദി ഓപ്പറേറ്റർ നോം. ഓക്കെ, ഇനി ഓപ്പറേറ്റർ നോം ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ ഓപ്പറേറ്റർ നോം ഓഫ് ടി എക്സ് ആണ്. കാരണം എക്സിൽ നിന്നുണ്ടായിട്ടുള്ള ഓപ്പറേറ്ററാണ് ടി എക്സ്. ഇനി ഓപ്പറേറ്റർ നോമിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എന്താ, സുപ്രീമം ഓവർ നോം വൈ ഈക്വൽ ടു 1 നോം ടി എക്സസ് ഓഫ് വൈ ദാറ്റ്സ് ഈസ് ഈക്വൽ ടു സുപ്രീമം ഓവർ നോം വൈ ഈക്വൽ ടു 1 നോം എക്സ് ഡോട്ട് വൈ. ടി എക്സിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്തു. നമുക്കറിയാം ഒരു സുപ്രീമം എല്ലായ്പ്പോഴും ഓരോ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും, ഏത് പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും. ഇവിടെ വൈയുടെ വാല്യൂ 1 ആണ്, നോം വൈ 1 ആണെന്ന് കിട്ടണം. അതിന് ഇ ബൈ നോം ഇ എന്നുള്ളതാണ് വൈ ചൂസ് ചെയ്തെങ്കിൽ അതിൻ്റെ നോം വാല്യൂ 1 ആണ്. ആ വാല്യൂവിനേക്കാളും സുപ്രീമം വലുതായിരിക്കും. ദാറ്റ് മീൻസ് വിച്ച് ഈസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ. ഇവിടെ വൈ എന്ന് പറയുന്നത് ഇ ബൈ നോം ഇ ആണെന്ന് കൊടുത്തു. വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഡോട്ട് ഇയുടെ വാല്യൂ എക്സ് തന്നെയാണ്. അപ്പോൾ നോം എക്സ് ഡിവൈഡ് ബൈ നോം ഇ എന്ന് കിട്ടുന്നു. ഫോർ ഓപ്പറേറ്റർ നോം ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ബൈ നോം ഇ. ഈ നോം ഇ മുകളിലേക്ക് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ, ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഓപ്പറേറ്റർ നോം ഓഫ് പി ഇൻറ്റു നോം ഇ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ്. അപ്പോൾ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു രണ്ട് നോംസാണിത്. നോം എക്സ് ഓപ്പറേറ്റർ നോം എക്സ് എന്ന് പറയുന്നതും ആർ എച്ച് എസിൽ കാണുന്ന നോം എക്സ് എന്ന് പറയുന്നത് രണ്ട് നോമുകളാണ്. രണ്ടും എയിൽ ഡിഫൈൻ ചെയ്ത നോമാണ്. അപ്പോൾ രണ്ട് എയിൽ ഡിഫൈൻ ചെയ്ത നോമുകൾ ഇക്വലൻ്റ് ആവാനുള്ള കണ്ടീഷൻ ഞാൻ പറഞ്ഞു, 1 നോം ഓഫ് എക്സ് ലെസ് ആർ ഈക്വൽ ടു സി ഇൻറ്റു 2 നോം ഓഫ് എക്സ് എന്ന് പറയാം. സി ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. ഇവിടെ നോം ഇ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റിയുടെ നോം പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ഇത് ആ തിയറത്തിൽ ഓൾറെഡി ഒരു കൊറോളറിയിൽ പ്രൂവ് ചെയ്യുന്നുണ്ട്. 9.2.3ൽ പ്രൂവ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് നോം അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ബൈ ദി കൊറോളറി 9.2.3 ദീസ് ടു നോംസ് ആർ ഈക്വലൻ്റ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടും ഈക്വൽ. അപ്പോൾ നമുക്ക് നിലവിലുള്ള നോമുമായിട്ട് ഈക്വലൻ്റ് ആയിരിക്കണം. അതിൻ്റെ അഡീഷണൽ കണ്ടീഷൻസ് ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓപ്പറേറ്റർ നോം ഓഫ് എക്സ് ഡോട്ട് വൈ ലെസ് ആൻ ഓർ ഈക്വൽ ടു ഓപ്പറേറ്റർ നോം ഓഫ് എക്സിൻ്റെ ഓപ്പറേറ്റർ നോം ഓഫ് വൈ എന്ന് പ്രൂവ് ചെയ്യണം. ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഓപ്പറേറ്റർ നോം ഓഫ് എക്സ് ഡോട്ട് വൈ ഇസ് ഈക്വൽ ടു കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ ടി എക്സ് വൈ ആണ്. അതിൻ്റെ പ്രൊഡക്റ്റിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഓപ്പറേറ്റർ നോമിൽ പ്രൊഡക്റ്റ് നമുക്ക് ലെസ് ആർ ഈക്വൽ ടു കൊടുക്കാൻ പറ്റും. നോം ടി എക്സ് ഇൻറ്റു നോം ടി വൈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓപ്പറേറ്റർ നോം ഓഫ് എക്സിൻ്റെ ഓപ്പറേറ്റർ നോം ഓഫ് വൈ. ദോർഫോർ വി ഗെറ്റ് ഓപ്പറേറ്റർ നോം ഓഫ് എക്സ് ഡോട്ട് വൈ ലെസ് ആർ ഈക്വൽ ടു ഓപ്പറേറ്റർ നോം ഓഫ് എക്സ് ഇൻറ്റു ഓപ്പറേറ്റർ നോം ഓഫ് വൈ എന്ന് കിട്ടും. ഓക്കെ, ഇനി നോം ഇയുടെ വാല്യൂ 1 ആണെന്ന് കിട്ടണം. നമുക്കറിയാം ടി ഈക്വൽ ടു ആരാണ്, ടി ഈക്വൽ ടു ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആരാ, ഇ ഡോട്ട് എക്സ് ആണ്. ഇ ഡോട്ട് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് തന്നെയാണ്. അപ്പോൾ ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഐഡൻറ്റിറ്റി മാപ്പാണ്. അപ്പോൾ ടി എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മാപ്പാണെങ്കിൽ നോം ഇ എന്ന് പറയുന്ന ഓപ്പറേറ്റർ നോം ഓഫ് ഇ എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ടിയുടെ ഓപ്പറേറ്റർ നോമാണ്. ടി എന്ന് പറഞ്ഞ ഐഡൻറ്റിറ്റി മാപ്പാണ്. ഐഡൻറ്റിറ്റി മാപ്പിൻ്റെ നോം എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നോം ഇയുടെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഇവിടെ നോം എക്സ് ഡോട്ട് വൈ ലെസ് ആർ ഈക്വൽ ടു നോം എക്സ് ഇൻറ്റു നോം വൈ ആണെന്നും നോം ഇ 1 ആണെന്നും ഈ നോം എന്ന് പറയുന്നത് നിലവിലുള്ള നോമുമായിട്ട് ഇക്വലൻ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു നോട്ട് എഴുതുകയാണ്. ഇങ്ങനെ ഒരു നോം, ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു നോം, എ എന്ന് പറയുന്ന ബനാങ് സ്പേസിലുള്ള ബനാങ് ആൾജിബ്രയിലുള്ള ഒരു നോം എക്സ് ഡോട്ട് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഡോട്ട് നോം എക്സ് വൈ ആൻഡ് നോം ഇ ഈക്വൽ ടു 1 ആണെങ്കിൽ ഓപ്പറേറ്റർ നോമും ഈ നോമും ഈക്വൽ. അതായത് ഇങ്ങനെ കിട്ടുന്ന നോം യുണീക്കാണെന്ന് ശരിക്കും ഈ നോട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത് ഓപ്പറേറ്റർ നോം തന്നെ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അതാണ് ആ നോട്ട് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അതായത് നിലവിൽ ഈ തിയറത്തിൽ പറഞ്ഞിരിക്കുന്ന ഓപ്പറേറ്റർ നോമിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു നോമുണ്ട്. ആ നോമിന് കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? നോം എക്സ് ഡോട്ട് വൈ ലെസ് ആൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഡോട്ട് നോം വൈയും നോം ഇ ഈക്വൽ ടു 1ഉം. അങ്ങനെ മറ്റേതെങ്കിലും ഒരു നോം സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ ആ നോമും ഈ ഓപ്പറേറ്റർ നോമും എന്താണെന്ന് പറയണം? ഈക്വൽ ആണെന്ന് പറയണം. അതിനുവേണ്ടി നമുക്കറിയാം, നമ്മൾ ഓപ്പറേറ്റർ നോം ഈസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു നോം എക്സ് ഇൻറ്റു നോം ഇ എന്ന് തൊട്ട് മുന്നേ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ കാര്യം ഇവിടെ എഴുതി. ഇനി പക്ഷേ നോം ഇയുടെ വാല്യൂ 1 ആണെന്ന് നമുക്ക് ഇവിടെ ഗിവൺ കണ്ടീഷനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്റർ നോം ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഓപ്പറേറ്റർ നോമിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ഓപ്പറേറ്റർ നോം ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഓപ്പറേറ്റർ ടി എക്സിൻ്റെ നോം, ദാറ്റ് ഈസ് സുപ്രീമം ഓവർ നോം വൈ ഈക്വൽ ടു 1 നോം ടി എക്സ് ഓഫ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു സുപ്രീമം ഓവർ നോം വൈ ഈക്വൽ ടു 1. ടി എക്സിൻ്റെ ഡെഫിനേഷൻ എന്താ? എക്സ് ഡോട്ട് വൈയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ,
ദാറ്റ് ഈസ് ലെസ് ദാൻ ഇൻ നോം എക്സ് ഡോട്ട് വൈ എന്താണ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? നോം എക്സ് ഡോട്ട് നോൺ വൈ ആണ്. അത് അപ്ലൈ ചെയ്തു. നോം വൈയുടെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് എന്തായി മാറും? നോം എക്സ് ആയി മാറും. ദോർഫോർ ഓപ്പറേറ്റ് നോം ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ്. അപ്പോൾ തൊട്ട് മുകളിൽ കിട്ടി ഗ്രേറ്റർ ആർ ഈക്വൽ ടു നോം എക്സ്, ഇവിടെ കിട്ടുന്നു ലെസ് ആർ ഈക്വൽ ടു നോം എക്സ്. ദാറ്റ് മീൻസ് ദേ ആർ ഈക്വൽ. അപ്പോൾ ഇത് രണ്ടും എന്ത് തന്നെയാണ്? ഈക്വലായിട്ട് തന്നെ വരുന്നത്. അപ്പോൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു ബനാങ് സ്പേസിൽ അൾജിബ്ര എന്ന മൾട്ടിപ്ലിക്കേഷൻ കൂടി അപ്ലൈ ചെയ്തുകൊണ്ട് കൊടുക്കുമ്പോൾ ബനാങ് അൾജിബ്രയും അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആകുമ്പോൾ അത് കമ്മ്യൂട്ടേറ്റീവ് ബനാങ് ആൾജിബ്രയിൽ നിന്നും കിട്ടുന്നു. ഇനി ഒരു ബനാങ് ആൾജിബ്രയിൽ നമുക്ക് നിലവിലുള്ള ബനാങ് സ്പേസിലുള്ള നോമിൽ ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു നോമുണ്ട്, അത് ഓപ്പറേറ്റർ നോമിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണെന്നും അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നോം എക്സ് ഡോട്ട് വൈ ലെസ് ദാൻ ഈക്വൽ ടു നോം എക്സ് ഡോട്ട് നോം വൈ ആൻഡ് നോം ഇ ഈക്വൽ ടു 1 ആയിരിക്കും. ഇ എന്ന് പറയുന്നത് വളരെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. ഇപ്പോൾ ഓപ്പറേറ്ററിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ആക്ച്വൽ അത് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.